ഹെൽപ്പ് ചെയ്യുന്നേ. എങ്ങനാ എങ്ങനാ ആ വഴി കൊണ്ട് പാർക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആണ്, അതല്ലേ ഞാൻ മിണ്ടാവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് ചരിച്ച വഴിയിലേക്ക്. ഇനി നമ്മുടെ വണ്ടി നേരെ ആവണം. ഇനി ചരിഞ്ഞോണ്ടിരുന്ന ഈ ബസ്സിന് പുറകിലേക്കേ പോവുള്ളൂ. എനിക്ക് പുറകിലേക്കല്ല പോകണ്ട. ആ വഴിയിലോട്ട് ഇപ്പൊ ചരിച്ചു. ഇനി ആ വഴിയിലോട്ട് ഇറങ്ങണം നമ്മള്. ഇനി ആ വഴിയിലോട്ട് ചെല്ലട്ടെ. എന്റെ വണ്ടി ഈ ബാക്ക് അങ്ങോട്ടാണോ പോകുന്നത് നോക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കുക ആ വഴിയിലേക്ക്. മുന്നിലേക്ക് പോയിട്ട് ഈ ബസ്സിന്റെ പുറകിൽ കാണുന്ന ആ സ്പേസ് കണ്ട, ഇങ്ങനെ പാർക്ക് ചെയ്യണം. ആ ബസ് കിടക്കുന്ന പോലെ ഈ വണ്ടി കൊണ്ടുവന്നിട്ട് തരണം. ബസ് പൊക്കി മാറ്റിട്ടിട്ടാണല്ല ഞാൻ പറഞ്ഞത്. ആ ബസ്സിന്റെ പുറകിൽ കിടക്കുന്ന ആ സ്ഥലം കണ്ട, ആ സ്ഥലം കണ്ട, കാണുന്നുണ്ടാ? ആദ്യം മുന്നിലേക്ക് പോട്ടെ. ബസ്സിനൊപ്പം മുന്നിലേക്ക് ഇങ്ങോട്ട് നീങ്ങി ചെല്ല്. ഇത്തിരി വലത്തോട്ട് മാറി നിക്കട്ടെ. അങ്ങനെ ഇനി നേരെ ആക്കും. ഇനി ഇവിടെ നിക്കട്ടെ. നിർത്ത്. ഓക്കെ, റിവേഴ്സ് ഗിയർ ഇട്. റിവേഴ്സ് ഇട്ടാ ഞാൻ ഇറങ്ങി പുറത്ത് വരട്ടെ. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പോണ്ട വഴി എവിടെയാ? ബസ്സിന്റെ പുറകില് ബസ് കാണാമോ? മിററില് കാണാമല്ലോ. ഈ ബാക്ക് വശം ബസ്സിന്റെ ഒപ്പം എത്തുമ്പോ പതിയെ പതിയെ ആ സൈഡിലേക്ക് ചരിയണം. ചെറുതായിട്ട് വിട്ടു കൊടുക്ക്. പതിയെ വാ, തീരെ സ്ലോ. പതിയെ ചരിയട്ടെ. അങ്ങനെ ഇങ്ങനെ നിർത്തി നിർത്തി കൊണ്ടുവന്നാ മതി. വീണ്ടും ഇത്തിരി വിട്ടു കൊടുക്ക്. ചരിയുന്നുണ്ടോ? വിട്ടു കൊടുക്ക്. വീണ്ടും വീണ്ടും വിട്ടു കൊടുക്ക്. ഇനി തിരിക്കരുതേ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതല്ല, അതുകൊണ്ട് ചരിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കിൽ എവിടം വരെ ചെല്ലാൻ പറ്റും? പുറകിൽ എവിടം വരെ സ്ഥലമുണ്ട്? നേരെ പുറകിൽ ഇങ്ങനെ മിററിൽ കൂടെ നോക്കിയ ആ പുല്ല് കാണുന്ന അവിടം വരെ പോവാൻ വയ്യേ? അവിടം വരെ പോവാൻ മേലേ? അവിടം വരെ ഒന്ന് കൊണ്ടിയല്ലേ? അവിടം വരെ പതിയെ കൊണ്ടിയല്ലേ? ഇനി ചരിയരുത്. ഇനി നേരെ നേരെയാക്കും. നേരെ ആ പുല്ലിനടുത്തേക്ക് കൊണ്ടുപോയി നേരെ ആക്കുമ്പോളെ പതിയെ പതിയെ ബ്രേക്ക് ചെയ്ത് പോവാം. നേരെ ആക്കിക്കൊണ്ടിരിക്കും. നിക്കട്ടെ. അവിടെ നിൽക്കും. ഇപ്പൊ നോക്കിക്കാം, പകുതി ബസ്സിനകത്ത് കയറി, ആ വഴിയിലോട്ട് കയറി. ശരിയല്ലേ? ബാക്കി പകുതി കയറിയാ മതി. ഇനി പുറയിലേക്ക് പോകാൻ പറ്റുവാ? ഇല്ലേ? ആ പോകാവുന്ന സ്ഥലം വരെ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് പതിയെ ആ വണ്ടിയെ നോക്കാം. അതിവിടെ നോക്കി പതിയെ പുറകോട്ട് വന്ന് നിക്കട്ടെ. ആ സൈഡ് ചേർന്ന് വരുന്നുണ്ടാ? ഇനിയും പോകാൻ പറ്റുമോ പുറയിലേക്ക്? അപ്പൊ പോകാവുന്ന അത്രയും കൂടെ എടുക്കും. എവിടെ വെച്ച് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അവിടെ നിർത്തിക്കും. ഓക്കെയാണോ? ഇനി ഫ്രണ്ട് ഭാഗം ഇവിടെ വരണമെന്ന് എന്ത് ചെയ്യണം? എങ്ങോട്ട് തിരിക്കണം? നിർത്തിയിട്ട് പറ. എങ്ങോട്ട് തിരിക്കണം? റൈറ്റിലോട്ട് തിരിച്ച് എങ്ങോട്ട് പോകും? ഒന്ന് തിരിച്ച് മുഴുവൻ റൈറ്റിലോട്ട് തിരിച്ച് മുഴുവൻ തിരിക്കും. വണ്ടി എടുക്കരുതേ. മുഴുവൻ തിരിക്കും. എന്നിട്ടൊന്ന് വിട്ടു നോക്കിയാൽ ഈ ഫ്രണ്ട് എങ്ങോട്ട് വരുന്നെന്ന് നോക്കിയാൽ. നിർത്ത്. അപ്പൊ എങ്ങോട്ട് തിരിക്കണം? തിരിക്കും. അപ്പുറത്തോട്ട് തിരിച്ചോണ്ടിരിക്കും. ഇനി പതിയെ ഒന്ന് വിട്ടു നോക്കിയാൽ ഇങ്ങനെ ഫ്രണ്ട് ഇവിടെ വരണം. അതുവരെ തിരിച്ചോണ്ടിരിക്കും. അപ്പൊ പതിയെ വണ്ടി നീക്കി കൊണ്ടുപോവാം. എന്നിട്ട് ഫ്രണ്ട് ഇങ്ങോട്ട് കയറണം. തിരിക്കണം. പതിയെ വാ. തിരിക്കുക. നല്ല ഫ്രണ്ട് ഇവിടെ വരത്തുള്ളൂ. ഇനിയും തിരിക്കാനുണ്ടോ തോന്നുന്നു. അപ്പൊ പതിയെ വാ. ഫ്രണ്ട് ഇവിടെ വരട്ടെ. പുറകിലേക്ക് നിർത്ത്. പുറകിലേക്ക് നേരെ ഒരു വഴി തെളിഞ്ഞു വരും. അതുവരെ പുറകിലേക്ക് വാ. വഴി വന്നാ അപ്പൊ നിർത്ത്. ഇനി എന്ത് ചെയ്യണം? വീല് നേരെ ആക്കും. ആയാ? ഇനി പുറകിലേക്ക് വാ. ഇനി ഇവിടെ സ്ഥലമുണ്ടോ ഈ സൈഡില്? അപ്പൊ ഈ സൈഡിലോട്ട് കുറച്ചുകൂടെ കൊണ്ടുപോകാൻ വണ്ടിയെ. പതിയെ വാ. ഇനി പുറകിലേക്ക് വരാൻ പറ്റുവാ? ഈ സൈഡിലേക്ക് വരാൻ പറ്റുവാ?
ഇല്ല കുറച്ചുകൂടെ വരാൻ അപ്പൊ ഇച്ചിരി കൂടെ കൊണ്ടുപോവാ വന്നാ അപ്പൊ അവിടെ നിർത്ത്. എന്നിട്ട് ഇനി ഫ്രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് തിരിക്കും, മുഴുവൻ തിരിക്കും. ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരാനാ. ബാക്കിനെ നമ്മൾ ഇത്ര ചേർത്തില്ല ഈ സൈഡിൽ. ഇനി ഫ്രണ്ട് സൈഡും ഇവിടെ വരണം. അതിനെ എങ്ങോട്ട് തിരിക്കണം? തിരിക്കും, മുഴുവൻ തിരിക്കും, മുഴുവൻ തിരിക്കും. മുഴുവൻ തിരിക്കും. അതിൻ്റെ ഇത്തിരി വിട്ട് നോക്കിയാൽ അത് നമ്മൾ ബാക്ക് എടുത്ത് അത്രയും തന്നെ ഫ്രണ്ടും ഇങ്ങോട്ട് വരും. നോക്കിയാൽ ചേർന്ന് വരുന്നുണ്ടോ നോക്കൂ. കണ്ടാ? നേരെ ആവുമ്പോൾ നിർത്തും. ആയാ ഇനി വീല് നേരെ ആക്കും. മനസ്സിലാവുന്നുണ്ടാവും. ഒന്ന് വെളിയിൽ അതുപോലെ ഇറക്കിയിട്ടൊന്നും ഇങ്ങോട്ട് കയറിക്കാൻ വന്ന് ഫസ്റ്റ് ഗിയർ എടുക്കും. പതിയെ വെളിയിൽ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് കയറും. വണ്ടിയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. അതേ സ്ഥലത്തൊന്ന് പോയി പാർക്ക് ചെയ്യാൻ നോക്കിയാൽ റിവേഴ്സ് ഇട്ടിട്ട് അവിടെ പോയി പാർക്ക് ചെയ്താൽ മതി. ഇനി എനിക്ക് പതിയെ പതിയെ പോയാൽ മതി. ആലോചിച്ച് കൊണ്ടുപോയാൽ മതി. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ. എങ്ങനാ ആ വഴി കൊണ്ട് പാർക്ക് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആണ്, അതല്ലേ ഞാൻ മിണ്ടാവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മള് ചരിച്ച വഴിയിലേക്ക്. ഇനി നമ്മുടെ വണ്ടി നേരെ ആവണം. ഇനി ചരിഞ്ഞുകൊണ്ടിരുന്ന ഈ ബസ്സിന്റെ പുറകിലേക്കേ പോവുള്ളൂ. എനിക്ക് പുറകിലേക്കല്ല പോകണ്ട. ആ വഴിയിലോട്ട് ഇപ്പൊ ചരിച്ചു. ഇനി ആ വഴിയിലോട്ട് ഇറങ്ങണം നമ്മള്. ഇനി ആ വഴിയിലോട്ട് ചെല്ലട്ടെ. എന്റെ വണ്ടി ഈ ബാക്ക് അങ്ങോട്ടാണോ പോകുന്നത് നോക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് ആക്കിക്കൊണ്ടിരിക്കുക ആ വഴിയിലേക്ക്. പതിയെ സമയമെടുത്ത് പോ. സ്ലോ ചെയ്ത് പോ. കണ്ട ബാക്ക് ആ വഴിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അവിടെ എവിടം വരെ ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലുന്നതനുസരിച്ച് ഇനി നേരെ ആക്കിക്കൊണ്ടിരിക്കണം. പതിയെ വിട്ട് ആ വഴിയിലേക്ക് ചെല്ലുന്നതനുസരിച്ച് ഇതിനെ കൂടെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. എങ്ങോട്ട് തിരിക്കണമെന്ന് നോക്കാം. സ്ലോയിൽ നീങ്ങിയാൽ മതി. തിരിക്കുന്ന എളുപ്പം ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി സ്ലോയിൽ ഉരുട്ടും. തിരിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാക്കിയാൽ വണ്ടി കുറെ കൂടെ എളുപ്പമാകത്ത് കയറും. വണ്ടി പതിയെ ഒരു തിരിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാക്കും. കുറച്ചുകൂടെ എളുപ്പം തിരിക്കും. കണ്ട എങ്കിലേ പെട്ടെന്ന് അകത്ത് കയറുള്ളൂ. പതിയെ പോട്ടെ. ഇനിയും തിരിക്കാനുണ്ടെങ്കിൽ തിരിക്കും. ചേർന്ന് വരുന്നുണ്ടോ നോക്കാം. നേരെ ആവുമ്പോൾ നിർത്തണം. ഇനി നേരെ ആകാനുണ്ടോ നോക്കിയേ. നേരെയാക്കും. നിങ്ങൾക്ക് പുറകോട്ട് പോയിക്കേ. നിർത്ത്. പറയുന്നില്ലേ ഞാൻ നിൽക്കാം. ഓക്കെ ഞാൻ നിൽക്കാം. ഞാൻ പറയുന്നേക്കെ ഞാൻ ദൂരെ ആയിരിക്കും നിൽക്കുന്നത്. എൻ്റെ അപ്പുറത്തോട്ടൊന്ന് മാറ്റി വണ്ടി നിർത്തിയിട്ടുണ്ടാൽ മതി. പുറകിലേക്ക് വരണം. ഞാൻ പുറകിലുണ്ടാവും. എൻ്റെ അപ്പുറത്തോട്ട് ഈ വണ്ടി ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് വണ്ടി കൊണ്ടുവന്നാൽ മതി. ഓക്കെ ആണ്? ഓക്കെ അല്ല? ഓക്കെ ആണ്. എങ്ങനെയാ ഒന്ന് പറയുക. മാറും ഇരിക്കുമല്ലോ തട്ടച്ചിട്ട്. ഞാൻ വേറാലോയിലേക്ക് തേച്ച് വെളുക്കുന്നതാ. കളറുകളാണ് എന്റെ. എനിക്ക് ടെൻഷൻ ആവുന്ന തട്ടും ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം. ഓക്കെ അല്ലേ?
പിന്നെ എനിക്കറിയില്ല. ഉള്ളില് പേടി വെച്ചോണ്ടല്ലേ ചെയ്യുന്നേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിർത്ത്. എനിക്ക് മാഡത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പുറത്ത് നിന്നത്. എന്നെ തട്ടുമെങ്കിൽ ഞാൻ ഓടി മാറിക്കോളാം, ഞാൻ രക്ഷപ്പെട്ടോളാം. ഇനി അടുത്തത് കേട്ടോ, ഇവിടെ നനങ്ങുമ്പോളെ അറിയാൻ പറ്റണം എന്നെ ഇടിക്കുവോ ഇല്ലേന്ന്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എങ്ങോട്ടാ എന്നെ തട്ടാതെ മാറ്റേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് അറിയാതിരിക്കണം. എന്ത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കണം. ഓക്കെ, എന്നിട്ട് വണ്ടി ഒന്ന് അനക്കി നോക്കണം, പുറകിലേക്ക് ഒന്ന് റിലീസ് ചെയ്ത് നോക്കണം. അപ്പൊ അറിയാൻ പറ്റും ഈ വണ്ടി എങ്ങോട്ടാ പോകാൻ പോണേന്ന്. ഓക്കെ, എന്റെ നേർക്കാണ് വരുന്നതെങ്കിൽ അതല്ല സ്ഥലം, അപ്പൊ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് പിന്നെ എടുത്ത് നോക്കുക എന്റെ അടുക്കൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ ആണോ? ഞാൻ വീണ്ടും നിൽക്കട്ടെ, ഫസ്റ്റ് ഗിയർ ഇട്ട് ഇത്തിരി മുന്നിലേക്ക് എടുത്ത്. ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ പോകും. എനിക്ക് ക്രീം മേടിച്ച് തരണം വെളുക്കാനായിട്ട്. മുന്നിലേക്ക് പോട്ടെ ഇതിലൂടെ പോട്ടെ. അവിടെ നിൽക്കട്ടെ. ക്ലച്ചും ബ്രേക്കും റിവേഴ്സ് ഇടും. ആദ്യമേ തന്നെ കൂടുതൽ തിരിച്ചേക്ക് ഏതെങ്കിലും സൈഡിലേക്ക്. എന്നിട്ടൊന്ന് വണ്ടി പതിയെ അനക്കി നോക്കണം. അപ്പൊ എന്റെ നേർക്കാണോ അല്ലേന്ന് അറിയാൻ പറ്റും. ഞാൻ നിൽക്കട്ടെ. സൈഡിൽ വരണം പഴയ പോലെ. ഞാൻ കഴിഞ്ഞിട്ട് വണ്ടി ഈ സൈഡിൽ വരാനാ ഞാൻ പറഞ്ഞത്. പതിയെ വണ്ടി വിട്ടുകൊടുക്കും. സൈഡിലേക്ക് വരുമ്പോൾ പതിയെ പോകും. സ്പീഡിൽ തിരിക്കും, എന്നിട്ട് പയ്യെ വണ്ടി വിടും. എങ്കിലേ എളുപ്പം വരത്തുള്ളൂ. തിരിച്ചില്ല മോളെ, തിരിച്ചാലേ വണ്ടി എളുപ്പം തിരിക്കണം മോളെ. എങ്കിലേ വണ്ടി ഇങ്ങോട്ട് വരത്തുള്ളൂ. കേട്ടാ, വരട്ടെ. ഈ സൈഡിലേക്ക് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വിട്ട് ഈ സൈഡിൽ മാക്സിമം വരട്ടെ. വാ, നമുക്ക് എത്ര സ്ഥലം എടുക്കാൻ പറ്റും ആ സ്ഥലത്തേക്ക് വന്ന് എത്താറാകുമ്പോൾ തിരിച്ചു തിരിക്കും. വണ്ടി സ്ലോ ചെയ്തിട്ട് തിരിച്ചു തിരിക്കും. നിർത്ത്, അത് തിരിച്ചു തിരിക്കും മുഴുവൻ. എങ്കിലേ വണ്ടി ലെവലാകുള്ളൂ. ഇനി ഫുള്ള് തിരിക്കണം. കാരണം നമുക്ക് സ്ഥലമില്ല ഇനി പോകാൻ. ചെറിയ സ്ഥലത്ത് നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തിരിക്കേണ്ടി വരും. വാ, ഇനി കൊണ്ടുപോവാം. ഇനിയിപ്പോൾ എളുപ്പം വരും വണ്ടി സൈഡിലേക്ക്. അല്ല, പുറയിലേക്ക് ആ വഴി തെളിഞ്ഞു വരും. വാ, നേരെ ആവുമ്പോൾ നിർത്തിയേക്കും. എന്നിട്ട് വീല് നേരെയാക്കി. ഇത് ചെയ്യാൻ പറ്റത്തില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇനിയും ചെയ്ത് നോക്കാം. അപ്പൊ ക്ലിയർ ആവും. അടുത്ത സ്ഥലത്ത് പോയി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? എന്നാൽ ഈ വണ്ടി ഇവിടെ ഇട്ട് തിരിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇട്ട് തിരിക്കണം. ഈ വണ്ടി തിരിച്ചു കൊണ്ടുപോകണം. കേട്ടില്ല? അതെന്താ? അതിനിടയ്ക്ക് എവിടെ സ്പേസ് ഉള്ള നോക്കൂ. അവിടെ കുഴിയാ. അതിനെന്താ? മുന്നിലേക്ക് ഇല്ല. ഓക്കെ, മുന്നിലേക്ക് വാ, ഞാൻ പറയാം. ഫസ്റ്റ് ഗിയർ എടുക്കും. ഓക്കെ, മുന്നിലേക്ക് നേരെ മുന്നിലേക്ക്. ഇവിടെ എത്ര സ്ഥലം ഉണ്ടോ അത്രയും കൂടെ എടുക്കും. മോളെ ഈ സൈഡ് സ്ഥലം ഉണ്ടോ നോക്കി. പതിയോ വാ. ഈ സ്ഥലം ഉണ്ടാ? ഇല്ലേ? ആ സ്ഥലം കൂടെ എടുക്കും. ഇത്തിരി കൂടെ മതി. മുന്നിലേക്ക് നിൽക്കട്ടെ. ഫുള്ള് റൈറ്റിലേക്ക് തിരിക്കും. എല്ലാം കൂടെ തിരിക്കും. ലെഫ്റ്റിലേക്ക് തിരിക്കും. തിരിച്ചാ മുന്നിലേക്ക് എവിടം വരെ പോവാ അത്രയും മാത്രം പോകും. പതിയെ പോണം. കുഴിയല്ലേ? പോകാൻ പറ്റുമോ മുന്നിലേക്ക്? ഇല്ല. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇനി റിവേഴ്സ് ഇട്.
എന്നിട്ട് എങ്ങോട്ട് തിരിക്കണം ഇനി? റൈറ്റ്. ആ ഇതൊരു റിവേഴ്സ്. ബ്രേക്ക് ഔട്ടിപ്പിടി, ബ്രേക്ക് ഔട്ടിപ്പിടി. എങ്ങോട്ട് തിരിക്കണം? പോകരുത്. എങ്ങോട്ടാ തിരിക്കേണ്ടത്? റൈറ്റ്. അത് റൈറ്റ് മുഴുവൻ തിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്ഥലമില്ലെങ്കിൽ മുഴുവൻ തിരിച്ച് തീർന്നാ എന്നിട്ട് പുറയിലേക്ക് എത്ര മാത്രം പോകാൻ പറ്റും? പതിയെ വാ, തീരെ സ്ലോയിൽ പോകാം. എവിടം വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെ നിർത്തിയത്. നിർത്തി വാ, പതിയെ അങ്ങനെ വാ. വീണ്ടും ഇത്തിരി വിട്ടു കൊടുക്കും. നിർത്ത്, വീണ്ടും വിട്ടു കൊടുക്കും. നിർത്ത്. മുന്നിൽ വഴി തെളിഞ്ഞു വന്നാണ്ട. ന്യൂട്രലാക്ക്. ഫസ്റ്റ് ഇടും. ഇനി അങ്ങോട്ട് നേരെയാക്കണം. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? അങ്ങോട്ട്. അതിരിക്ക്. ബ്രേക്ക് വിടരുത്. ഹാഫ് ക്ലച്ച് ആക്കിയിട്ടേ ബ്രേക്ക് ഒന്ന് വിടാവുള്ളൂ. പതിയെ, തീരെ സ്ലോയില് ഈ വണ്ടി ഒന്ന് നേരെയാക്കി നിർത്തി തന്നെ. വണ്ടി പതിയെ നീങ്ങാവുള്ളൂ. തീരെ സ്ലോയില് ഈ വണ്ടി നേരെയാക്കി നിർത്തി തരണം. നിർത്തി നീക്ക്. വണ്ടി നേരെ ആവുമ്പോ നിർത്തി നേരെയാക്കി തരണേ.